പ്രാണനായി. ഭാഗം 18. സമയം എത്രയാന്ന് നോക്കി. ആ പെണ്ണിനെയും കൊണ്ട് എപ്പോ ഇറങ്ങിയതാ ഏട്ടനും ഏട്ടത്തിയും? അവർ പോയതറിഞ്ഞ ആ സമയം മുതൽ തുടങ്ങിയതാണ് വൈദേഹി. അച്ഛനും അമ്മയും അവരെ തടയാതിരുന്നതിന്റെ നീരസവും ദേഷ്യവും ഒരുപോലെ അവരിൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടായിട്ട് അവരെ പോകാൻ അനുവദിക്കരുതായിരുന്നു. നീ എന്താ വൈദേഹി പറയുന്നത് മനസ്സിലാക്കാത്തത്? അവൻ അത്രയേറെ കടുപ്പിച്ച ഞങ്ങൾ രണ്ടുപേരോടും സംസാരിച്ചത് തന്നെ. അങ്ങനെ എത്ര കടുപ്പിച്ച് സംസാരിച്ചാലും അച്ഛനും അമ്മയും എന്ന പരിഗണനയും ബഹുമാനവും ഏട്ടൻ തരിക തന്നെ ചെയ്യും. ഇതിപ്പോ എവിടെയോ കിടന്ന ഒരു പെണ്ണിനെയും കെട്ടി എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യം എന്താ അവർക്ക്? നിനക്കെന്താ വൈദേഹി? അവർ പോയെങ്കിൽ അത് അവരുടെ മകന്റെ ഭാര്യയും കൊണ്ടാ. അവരുടെ സംസാരം സഹിക്ക വയ്യാതെ ജയന്തി ഇടപെട്ടു. അത് അവർ മാത്രം തീരുമാനിച്ചാൽ പോരല്ലോ. ശരി, ഭാര്യയൊന്നു വേണ്ട, പകരം വല്യച്ഛൻ ശ്രീയെ അവരുടെ മകളായി ഏറ്റെടുത്തിരുന്നല്ലോ. അപ്പച്ചി കേട്ടില്ലേ അതൊന്നും? പുച്ഛത്തോടെ മിത്ര ചോദിച്ചതും വൈദേഹി അവളെ രൂക്ഷമായി നോക്കി. അതൊക്കെ ഏട്ടൻ പറഞ്ഞാലും ഞങ്ങൾക്കത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ആഹാ, എന്നിട്ട് ഇന്നലെ അപ്പച്ചി മറുത്തൊന്നും പറയുന്നത് കേട്ടില്ലല്ലോ. മിത്രേ, മതി, അകത്തു പോ. ഇനിയും അവളുടെ സംസാരം നീളുമെന്ന് തോന്നിയതും ജയന്തി അവളെ തടഞ്ഞു. കണ്ടില്ലേ, വളർത്തുദോഷം അല്ലാതെന്താ? അകത്തേക്ക് പോകുന്ന മിത്രയെ നോക്കി ഇഷ്ടക്കേടോടെ വൈദേഹി പറഞ്ഞു. വളർത്തുദോഷം ആർക്കാണെന്നൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം. ഫോണിൽ നോക്കിയിരിക്കുന്ന നേത്രയൊന്ന് നോക്കി ജയന്തി ദേഷ്യത്തോടെ അത്രയും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു. എടാ ദാഷ് മോനെ, മതി കുടിച്ചത്. 2 ദിവസം ഇത് ഇല്ലാതായപ്പോ നിർത്തിയെന്ന് കരുതി സമാധാനിച്ചതാ. ഇതിപ്പോ വീണ്ടും തുടങ്ങിയോ? സ്ഥിരം സ്ഥലത്തിരുന്ന് ഓരോന്ന് പിറുപിറുത്തുകൊണ്ട് വായിലേക്ക് ഓരോ ഗ്ലാസ് കമിഴ്ത്തുന്നവനെ നോക്കി ദേഷ്യത്തിൽ അഭി പറഞ്ഞു. ഞാൻ വലിയൊരു ദുഷ്ടൻ ആയിരുന്നു അല്ലേടാ? അവൾ, ആ കുഞ്ഞു പെണ്ണിന്റെ ജീവിതം പോലും ഞാൻ ഈ ഒറ്റൊരുത്തനല്ലേ നശിപ്പിച്ചത്? കുഴഞ്ഞു പോകുന്ന ശബ്ദത്തിൽ അവൻ പറഞ്ഞതും അഭിയുടെ നെറ്റി ചുളിഞ്ഞു. നീ എന്താ പറഞ്ഞു വരുന്നേ? ശ്രീയോട് ചെയ്തു പോയതിന്റെ കുറ്റബോധത്തിൽ ഇനി ഒരുപക്ഷെ അവളെ സിദ്ധുവിന് വിട്ടുകൊടുക്കാൻ അവൻ തയ്യാറാകുമോ എന്ന പേടിയിൽ അഭി ചോദിച്ചു. ഞാൻ എന്ത് പറയാനാ? എന്റെ വാശി. അവൾ, ആ ഗായത്രി ഒന്നും ഇല്ലായിരുന്നു എങ്കിൽ എന്റെ സിദ്ധുവിന് അവന്റെ പ്രണയത്തെ കിട്ടുമായിരുന്നില്ലേ? എല്ലാത്തിനും കാരണം ഞാനല്ലേ. അവൾ ഒരു പാവാടാ, ഒരു കുഞ്ഞു പെണ്ണ്. എല്ലാത്തിനും പേടി അതിന്. സ്വന്തം നിഴലിനെ പോലും പേടിക്കുന്ന ഒരു പാവം പെണ്ണ്. ശ്രീയുടെ പുഞ്ചിരി തൂകുന്ന കാർത്തിയുടെ മുഖത്തേക്ക് അത്ഭുതത്തോടെ നോക്കിയിരുന്നു അഭി. നിനക്കറിയോ അഭി, ദേ ഇത്ര ഉള്ളൂ പെണ്ണ്, ഒരു ചെറുത്. തന്റെ നെഞ്ചിനു താഴെ കൈകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു അവൻ. പക്ഷെ ഭയങ്കര പേടിയാടാ. ഞാൻ അറിഞ്ഞതാ. എന്നോട് ചേർന്ന് നിന്നപ്പോ പോലും വിറയ്ക്കുന്ന ആ കുഞ്ഞു ശരീരത്തെ. പിന്നെ ഉണ്ടല്ലോ, ദോ ഇത്രയും മുടിയുണ്ടടാ അവക്ക്. പിന്നെ എപ്പോഴും കുങ്കുമം തൊടും. ദേ ഇവിടെ എനിക്ക് വേണ്ടി. ഒത്തിരി സന്തോഷത്തോടെ അവളുടെ ചെറിയ കാര്യങ്ങൾ ഓരോന്ന് എണ്ണി പറയുന്ന കാർത്തിയെ കണ്ടതും അഭിയുടെ കണ്ണുകൾ മിഴിഞ്ഞു. രാവിലെ സിദ്ധു പറഞ്ഞ ആ നെടുനീളൻ ഡയലോഗും ഇമോഷൻസും ഒക്കെ അവൻ 1 മിനിറ്റ് കൊണ്ട് മറന്നുപോയോ എന്നു പോലും അഭി സംശയിച്ചു. എങ്കിലും എവിടെയൊക്കെയോ കാർത്തിയുടെ ഉള്ളിൽ ശ്രീനന്ദ എന്ന പെണ്ണുണ്ടെന്ന് ഒരിക്കൽ കൂടി മനസ്സിൽ അടിവരയിട്ട് ഉറപ്പിക്കുകയായിരുന്നു ആ നിമിഷം അഭി. എന്നെ അവൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ സിന്ദൂരമൊക്കെ തൊടുന്ന? അതും എന്റെ ആയുസിന് വേണ്ടി അല്ലേടാ? അല്ലെന്ന് പറഞ്ഞാൽ നിനക്കെന്നെ തല്ലാന്നല്ലേ? ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അഭി മുന്നിൽ ഗ്ലാസ്സിലിരുന്ന മദ്യം ഒറ്റയടിക്ക് അകത്താക്കി. അതെ ആണ്, എന്നെ കാണുമ്പോ അവളുടെ കണ്ണൊക്കെ ഇങ്ങനെ പിടയ്ക്കൂടാ. ഹായ്ഷ്, എന്താ ഭംഗിന്നറിയോ? നിറയെ പീലിയുള്ള കണ്ണ് ഇങ്ങനെ പിടയ്ക്കുന്ന കാണാൻ. ഓ, അപ്പൊ നീ അതൊക്കെ നോക്കാറുണ്ടല്ലേ? അത് പിന്നെ ഒരു ദിവസം നോക്കിയതാ, അങ്ങനെയല്ല, നോക്കി ഇരുന്നു പോയതാ ആ കുഞ്ഞു മുഖത്തേക്ക്. അഭിയുടെ ചോദ്യത്തിന് നാണത്തോടെയായിരുന്നു കാർത്തി മറുപടി പറഞ്ഞത്. നിനക്കറിയോ, ആ ഉണ്ടക്കണ്ണിലേക്ക് നോക്കിയ പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റൂല. ഓ ആയിക്കോട്ടെ അഭി. ഡാ എന്തട പുല്ലേ, അവൾ എന്റെ ഭാര്യയല്ലേ? നാവ് കുഴഞ്ഞു പോകുന്നതിനിടയിൽ കാർത്തി ചോദിച്ചതും അഭിയിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. ആര്? നന്ദ ആണോ? ആണ്. അവൾ കഴുത്തിലിട്ടുകൊണ്ട് നടക്കുന്ന താലിമാലയുടെ അവകാശി ഞാനാ. ഞാൻ കോവിലകത്തിൽ കാർത്തികേയൻ എന്ന ഞാൻ. ആഹാ, അതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ? ഉണ്ടടാ, ഉണ്ട്. വല്ലപ്പോഴും അതൊക്കെ ഓർമ്മയുണ്ടല്ലോ. വളരെയധികം സന്തോഷം അഭി. ഡാ എന്താണെന്ന് വെച്ചാ പറയട പുല്ലേ. അതുണ്ടല്ലോ, നീ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോടാ? എന്ത്?
ആ ദിവസം അമ്പലത്തിൽ അത്രയും പെൺപിള്ളേരുണ്ടായിട്ടും ഞാൻ അവളെ തന്നെ എന്തിനാ കിട്ടിയത് എന്ന്, എന്റെ താലി അവളുടെ കഴുത്തിൽ തന്നെ കൃത്യമായി എങ്ങനെയാ വീണതെന്ന്. കുഴഞ്ഞ സ്വരത്തിലുള്ള കാർത്തിയുടെ സംസാരം കേട്ടത് ഞെട്ടലോടെ അഭി അവനെ തുറച്ചു നോക്കി. നീ ഇപ്പൊ എന്താ പറഞ്ഞേ? ഈ കാർത്തികേയൻ അവളുടെ കഴുത്തിൽ എങ്ങനെ ഇത്ര കൃത്യമായി താലി ചാർത്തിയെന്ന് നിനക്കറിയാമോ എന്ന്. നീ അറിഞ്ഞോണ്ട് തന്നെയാടാ അവളെ ഞാൻ താലി കെട്ടിയത്, എന്റെ നന്ദ. ഞെട്ടലോടെ അഭി മിഴിഞ്ഞ കണ്ണുകളോടെ കാർത്തിയെ നോക്കിയിരുന്നു, വിശ്വസിക്കാനാകാതെ. പക്ഷേ നിനക്ക് അവളെ ഇഷ്ടായിരുന്നോ? ആകാംക്ഷയോടെ അഭി ചോദിച്ചതും അതിനു മുന്നേ തന്നെ കാർത്തി പാതി ബോധം മറിഞ്ഞു വീണിരുന്നു. ഓ ഈ ഡാഷ് മോൻ, ഇവൻ അതും കൂടി പറഞ്ഞിട്ട് ബോധം കേട്ടാൽ എന്തായിരുന്നു? ഛേ! അല്പനേരം അഭി കാർത്തിയെ തന്നെ നോക്കിയിരുന്നു. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, നീ എന്തായാലും നിന്റെ നന്ദയെ വേറെ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന്. അവനെ നോക്കി ചിരിയോടെ പറഞ്ഞുകൊണ്ട് അഭി കാർത്തിയെ എങ്ങനെയൊക്കെയോ താങ്ങിപ്പിടിച്ച് കാറിലേക്ക് കയറ്റി. കുറച്ച് ഇരുട്ടിയതിനു ശേഷമായിരുന്നു ദേവനും ഉമയും ശ്രീയുമായി എത്തിയത്. ആഹാ, വന്നല്ലോ ഏട്ടൻ ദത്തുപുത്രിയെയും കൊണ്ട്, പതുങ്ങിയ സ്വരത്തിൽ വൈദേഹി തനിക്ക് അടുത്തിരുന്ന നേത്രയോട് പറഞ്ഞു. എന്നാൽ ഇത് കേട്ട ആര്യയ്ക്കും മിത്രയ്ക്കും ചിരി വരുന്നുണ്ടായിരുന്നു. ഇതാണല്ലേ മിത്രേച്ചി ഈ കുരയ്ക്കും പട്ടി കടിക്കില്ലെന്ന് പറയുന്നത്? അത് തന്നെ, വല്യച്ഛന്റെ മുന്നിൽ ചെന്ന് നിന്നും പറയാൻ പറ്റാത്തതിന്റെ വിഷമം ഇങ്ങനെയെങ്കിലും തീരട്ടെ എന്ന് കരുതി കാണും. ആര്യയോട് പറഞ്ഞുകൊണ്ട് മിത്ര ചിരിച്ചു. എന്താ രണ്ടുപേരും കൂടി ഒരു ചിരി? മാറി നിന്ന് എന്തോ പറഞ്ഞ് ചിരിക്കുന്ന അവരെ നോക്കി ചോദിച്ചുകൊണ്ട് ശ്രീയെയും ചേർത്തു പിടിച്ച് ഉമ അവർക്കരികിലേക്ക് വന്നു. ഒപ്പം ഒരുപാട് കവറുകൾ അവരുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതെന്താ, നിങ്ങൾ കട മുഴുവൻ വാങ്ങിയോ? ഉമയുടെ കയ്യിലിരുന്ന കവറിലേക്ക് നോക്കി ഇഷ്ടക്കേടോടെ വൈദേഹി ചോദിച്ചതും ആ സമയം തന്നെയായിരുന്നു ദേവൻ അകത്തേക്ക് കയറി വന്നത്. ഇല്ല, ഇന്ന് വാങ്ങാൻ പറ്റിയില്ല, അടുത്ത ദിവസം പോകുമ്പോൾ മേടിക്കാമെന്ന് കരുതി. എന്താ, നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ദേവനെ പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് അയാളെ കണ്ടതും വൈദേഹി തന്റെ നാവടക്കി മിണ്ടാതെയിരുന്നു. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവളുടെ ഇഷ്ടക്കേടോടെയുള്ള നോട്ടം ശ്രീയുടെ നേരെ തന്നെ വീഴുന്നുണ്ടായിരുന്നു. നീ എന്താ ദേവ ഇത്രയും വൈകിയത്? അല്പം നീരസത്തോടെ തന്നെ ശങ്കരനാരായണൻ ചോദിച്ചു. അതെന്താ ഇന്നൊരു പുതുമ? ഞാനും ഉമയും പുറത്തുപോയി ഇതിലും വൈകി വന്നിട്ടുണ്ടല്ലോ, പിന്നെന്താ? അവരുടെ ചോദ്യത്തിന്റെ പൊരുളും ഇഷ്ടക്കേടും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഗൗരവത്തോടെയായിരുന്നു ദേവന്റെ വാക്കുകൾ. അങ്ങനെയല്ല, ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ നിന്റെയും ഉമയുടെയും കയ്യിൽ. ഇതൊക്കെ ആർക്കു വേണ്ടി വാങ്ങിയതാ? ശ്രീക്കു വേണ്ടി വാങ്ങിയതാണ് അതൊക്കെ എന്ന് അറിയാമായിരുന്നിട്ടും വൈഗാമി ചോദിച്ചു. വേറെ ആർക്ക്? എന്റെ മോൾക്ക് വേണ്ടി വാങ്ങിയതാ. എന്താ, അമ്മയ്ക്ക് എന്തെങ്കിലും വേണമായിരുന്നോ? യാതൊരു കൂസലും ഇല്ലാതെയുള്ള ദേവന്റെ സംസാരം കേട്ടതും ഉള്ളിലെ ദേഷ്യം അടക്കി വൈഗാമിയും ശങ്കരനാരായണനും ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന പോലെ മുറിയിലേക്ക് നടന്നു. അവർ പോയ വഴിയെ ഒന്ന് നോക്കി പുച്ഛത്തോടെ തിരിഞ്ഞ ദേവൻ കാണുന്നത് സ്ത്രീയെ തുറിച്ചു നോക്കുന്ന നേത്രയെയും ആർച്ചയെയുമായിരുന്നു. അവരുടെ നോട്ടത്തിൽ സ്ത്രീ പേടിയോടെ ഉമയുടെ പുറകിലേക്ക് പതുങ്ങുന്നുമുണ്ട്. ശ്രീകുട്ടി! ഉറക്കെയുള്ള ദേവന്റെ വിളി കേട്ടതും എല്ലാവരും ഞെട്ടലോടെ അയാളെ നോക്കി. ഹാ, എന്താ അച്ഛാ, ഇങ്ങു വാ. അവൾക്ക് നേരെ കൈകൾ നീട്ടി ദേവൻ വിളിച്ചിടും അല്പം പേടിയോടെ അവൾ അയാൾക്കരികിലേക്ക് ചെന്നു. നേത്ര! പെട്ടെന്നുള്ള അയാളുടെ വിളി കേട്ടതും അവൾ ഞെട്ടലോടെ അയാളെ നോക്കി. ആ, എന്താ വല്യച്ഛ? നിന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞത് ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? സ്ത്രീയെ ചേർത്തു പിടിച്ച് രൂക്ഷമായ നോട്ടത്തോടെ അയാൾ ചോദിച്ചതും പേടിയോടെ അവൾ ഉണ്ടെന്ന് തലയാട്ടി. ഇനി നിന്റെയും അവളുടെയും ഒരു നോട്ടം പോലും ശ്രീകുട്ടിക്ക് നേരെ പതിക്കാൻ പാടില്ല. അങ്ങനെ ഇനി ഞാൻ കണ്ടാൽ നിങ്ങൾക്കറിയില്ല എന്നെ. ഒരിക്കൽ കൂടി രൂക്ഷമായി ഇരുവരെയും നോക്കി പറഞ്ഞുകൊണ്ട് ദേവൻ ശ്രീകുട്ടിയെയും ചേർത്തു പിടിച്ച് അവരുടെ മുറിയിലേക്ക് നടന്നു. അച്ഛന്റെ മോൾ എന്തിനാ നേത്രയെയും ആർച്ചയെയും ഇങ്ങനെ പേടിക്കുന്നത്? അവളെ തനിക്കൊപ്പം തന്നെ ബെഡിലേക്ക് ഇരുത്തിക്കൊണ്ട് വാത്സല്യത്തോടെ ദേവൻ ചോദിച്ചതും ശ്രീയുടെ കണ്ണുകൾ നിറഞ്ഞു. അത് അവരെന്നെ നോക്കി പേടിപ്പിച്ചിട്ടാ. ആഹാ, അങ്ങനെ ഒരാൾ നോക്കിയാൽ പേടിക്കാനുള്ളതേ ഉള്ളോ ഞങ്ങളുടെ ശ്രീകുട്ടി? ഉമയും മിത്രയും ആര്യയും മുറിയിലേക്ക് കയറി വരുന്നത് ദേവന്റെ ഈ വാക്കുകൾ കേട്ടുകൊണ്ടായിരുന്നു. അതൊക്കെ എന്റെ മോള് ശരിയായിക്കോളും. ഏട്ടൻ കണ്ടോ, എന്റെ കുട്ടി നല്ല ധൈര്യമുള്ളവളാ അല്ലേ? തന്റെ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് പുഞ്ചിരിയോടെ സ്ത്രീ തലയാട്ടിയതും എല്ലാവരും ഒരുപോലെ അവളെ നോക്കി പുഞ്ചിരിച്ചു. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട്. മിത്രയ്ക്കും ആര്യമോൾക്കും ഉടുപ്പെടുക്കണേ അമ്മേ എന്ന് പറഞ്ഞ് സ്വൈര്യം തന്നിട്ടില്ല ഈ പൂച്ചക്കുഞ്ഞ്. കയ്യിലുണ്ടായിരുന്നതിൽ 2 കവറുകൾ അവർക്ക് നേരെ നീട്ടിക്കൊണ്ട് ഉമ പറഞ്ഞതും അവർ സന്തോഷത്തോടെ സ്ത്രീയെ നോക്കി. അല്ലെങ്കിലും ഞങ്ങളുടെ ശ്രീകുട്ടി പാവ. വാ, നമുക്ക് മുറിയിലേക്ക് പോകാം. അല്ല, നിങ്ങൾ കഴിച്ചോ?
ഞങ്ങൾ പുറത്തുനിന്നും കഴിച്ചു മിത്രമോളെ. ഹാ ശരി ഉമാമേ. ചിരിയോടെ അതും പറഞ്ഞ് ശ്രീയെയും അവളുടെ കവറുകളും ഒക്കെ കൂടി വാരിക്കൂട്ടി എടുത്തുകൊണ്ടു പോകുന്ന മിത്രയെയും ആര്യയെയും കൂക്കി ചിരിയോടെ അവർ ഇരുവരും ഇരുന്നു. ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല ഏട്ടാ. എന്താ പറയാ, ഒരു കുഞ്ഞു കുട്ടിയെ ലോകം കാണിക്കാൻ കൊണ്ടുപോയതുപോലെ. എന്റെ മോള് എന്ത് രസല്ലേ ഏട്ടാ, അവളുടെ സംസാരവും ചിരിയും ഒക്കെ. ഒരു പെൺകുട്ടി ഇല്ല എന്നുള്ള സങ്കടമായിരുന്നല്ലോ തനിക്ക്. ആ വിഷമം മുഴുവൻ മോൾക്ക് ഡ്രസ്സ് എടുത്തു കൊടുത്തും ചാന്തും വളയും പൊട്ടും ഒക്കെ മേടിച്ചു കൊടുത്ത് തീർക്കുന്നത് ഞാൻ കണ്ടു. നമ്മുടെ മോളല്ലേ, അവൾക്കല്ലാതെ വേറെ ആർക്കാ നമ്മൾ ഇതൊക്കെ മേടിച്ചു കൊടുക്കുക? താൻ പറഞ്ഞത് ശരിയാണ്. ഇന്നത്തെ ദിവസം ഞാനും ഒരിക്കലും മറക്കില്ല. തന്റെ കൈകളിൽ കോർത്തു പിടിച്ച് ചിരിയോടെ ഓരോന്ന് ചോദിക്കുന്ന ശ്രീയുടെ മുഖ ഓർമ്മയിൽ വന്നതും അത്രയേറെ വാത്സല്യത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് ദേവനും പറഞ്ഞു. അയാളുടെ ഉള്ളിലുള്ളത് എന്താണെന്ന് മനസ്സിലാക്കി അയാളോട് ചേർന്നിരുന്നു ആ സമയം ഉമയും. ഈ പട്ടിക്ക് എന്തൊരു മുടിഞ്ഞ വെയിറ്റ് ആണ് ദൈവമേ. വർക്കൗട്ട് എന്നും പറഞ്ഞ് ഉരുട്ടിക്കേറ്റുന്നതും ഞാൻ തന്നെ താങ്ങേണ്ട അവസ്ഥയാണല്ലോ ഭഗവാനെ. കാർത്തിയെ താങ്ങി പിടിച്ച് എങ്ങനെയൊക്കെയോ കാറിൽ നിന്നും ഇറക്കി വരാന്തയിൽ എത്തിച്ചു അബി. ആ പെങ്കൊച്ചുണ്ടായിരുന്നെങ്കിൽ വാതിൽ തുറന്നു തരാനെങ്കിൽ ഒരാളുണ്ടായിരുന്നു. ഇതിപ്പോ അതും ഇല്ല. എല്ലാം ഈ ഒറ്റൊരുത്തൻ കാരണം. മയക്കത്തിൽ എന്തൊക്കെയോ പിറുപിറുക്കുന്നവനെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് അബി പറഞ്ഞു. പിന്നെ വേഗം ഫോൺ കയ്യിലെടുത്ത് മിത്ര എന്ന് സേവ് ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിച്ചു. ഇത്ര സമയമായിട്ടും കാർത്തി വരാത്തതിന്റെ ചെറിയൊരു ടെൻഷൻ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ ശ്രീക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് വാതിൽ തുറന്ന് കാർത്തിയുടെ മുറിയിൽ പോയി വെട്ട ഉണ്ടോ എന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ നിരാശയോടെ തിരികെ വരികയും ചെയ്യും. മിത്രയുടെ ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടപ്പോഴാണ് ശ്രീ ഓർമ്മകളിൽ നിന്നും പുറത്തേക്ക് വന്നത്. മിത്രേ മിത്രേ ആ ദേ നിന്റെ ഫോൺ ബെല്ലടിക്കുന്നു. ഉറക്കപ്പിച്ചിൽ എങ്ങനെയൊക്കെയോ എഴുന്നേറ്റിരുന്നുകൊണ്ട് മിത്ര ഫോൺ ചെവിയിലേക്ക് വെച്ചു. എന്തോ പറഞ്ഞ് ഫോൺ അപ്പോൾ തന്നെ കട്ടാവുകയും ചെയ്തു. മിത്ര ബെഡിൽ നിന്നും എഴുന്നേക്കുന്നത് കണ്ട് ശ്രീ സംശയത്തോടെ അവളെ നോക്കി. നീ എവിടെ പോവാ? ഞാൻ മാത്രല്ല നീയും വരുന്നുണ്ട്. എനിക്കിരുട്ട് പേടിയാ. കൂടെ ഒരാളുണ്ടെങ്കിൽ ധൈര്യം ഉണ്ടല്ലോ. പക്ഷെ ഇരുട്ടത്ത് നീ എവിടെ പോവാ? അഭിയേട്ടനാ വിളിച്ചത്. നിന്റെ കെട്ടിയോൻ അടിച്ചു ഫിറ്റായി 4 കാലിൽ പുറത്തിരിപ്പുണ്ടെന്ന്. അതിന് വാതിൽ തുറന്നു കൊടുക്കാൻ വേണ്ടി വിളിച്ചതാ. അത് കേട്ടതും സ്ത്രീ വേഗം ചാടി എഴുന്നേറ്റ് പുറത്തേക്ക് നടക്കാനാഞ്ഞു. നീ ഇങ്ങനെ സ്പീഡിൽ പോകല്ലേ, നിക്ക്, ഞാനും ഉണ്ട്. അവളോടൊപ്പം തന്നെ മിത്രയും നടന്നു. പരിഭ്രമത്തോടെയും അത്രയേറെ സങ്കടത്തോടെയും വാതിൽ തുറന്ന സ്ത്രീ കാണുന്നത് വരാന്തയിൽ തലകുനിച്ചിരിക്കുന്ന കാർത്തിയെയും ഫോണിൽ എന്തോ നോക്കിയിരിക്കുന്ന അബിയെയുമായിരുന്നു. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും അബി ഒരു ചിരിയോടെ തല ഉയർത്തി നോക്കി. എന്നാൽ ആരാണെന്നറിയാൻ പാതി ബോധത്തിലും കാർത്തി എങ്ങനെയൊക്കെയോ തല ഉയർത്തി നോക്കിയതും കാണുന്നത് തന്നെ ഉറ്റുനോക്കിയിരിക്കുന്ന ആ 2 നിറഞ്ഞ മിഴികളായിരുന്നു. ഹോ സമാധാനം, ഈ ഉറക്കപ്പിശാച്ച് ഫോൺ എടുക്കുമോ എന്ന് പേടിയായിരുന്നു. മിത്രയെ ഒന്ന് നോക്കി അതും പറഞ്ഞുകൊണ്ട് അബി കാർത്തിയെ താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എന്നാൽ കാർത്തിയുടെ കണ്ണുകൾ തന്നെ ഉറ്റുനോക്കി നിൽക്കുന്നവളിൽ തന്നെയായിരുന്നു. അകത്തേക്ക് കയറിയതും കാർത്തി അബിയുമായി ശ്രീയുടെ നേരെ നടന്നു. നീ ഇതെങ്ങോട്ടാ? അബി, ഇത് ആരാണെന്ന് നിനക്കറിയോ? ശ്രീയുടെ നേരെ വിരൽ ചൂണ്ടി അവൻ കുഴഞ്ഞ ശബ്ദത്തിൽ അവനോട് ചോദിച്ചതും ശ്രീയുടെയും മിത്രയുടെയും നെറ്റി ഒരുപോലെ ചുളിഞ്ഞു. ഇന്നെന്താ അഭിയേട്ടൻ വലിച്ചുകൂട്ടിയത്? ഹാങ് ഓവർ കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. മിത്ര പതിയെ അബിയോട് അവന് മാത്രം കേൾക്കാവുന്ന രീതിയിൽ ചോദിച്ചതും അവനും അവളെ നോക്കി ദയനീയമായി തലയാട്ടി. എന്റെ ഭാര്യ ഇവൾ, എന്റെ നന്ദ. തുറക്കാൻ പാടുപെടുന്ന കണ്ണുകളോടെയും വാക്കുകൾ എണ്ണിപ്പെറുക്കി എങ്ങനെയൊക്കെയോ അത് പറഞ്ഞു നിർത്തിയ കാർത്തിയെ കണ്ടതും മിത്രയുടെ കണ്ണുകൾ മിഴിഞ്ഞു. എന്നാൽ ശ്രീയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ കേട്ടത് വിശ്വസിക്കാനാകാതെ തറഞ്ഞു നിന്നുപോയി. അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും അബിയിൽ നിന്നും അകന്നുമാറി കാർത്തി എങ്ങനെയൊക്കെയോ ശ്രമപ്പെട്ട് ശ്രീയുടെ മുന്നിലെത്തി നിന്നിരുന്നു. ഇങ്ങേരിത് എന്തിനുള്ള പുറപ്പാട് അബിയേട്ടാ? തമ്പുരാൻ അറിയാം, ദയനീയമായി പറഞ്ഞുകൊണ്ട് അബി അവളെ നോക്കി കൈമലർത്തി. കാലുകൾ നിലത്തുറയ്ക്കുന്നില്ലെങ്കിലും അവൻ അവൾക്കരികിലേക്ക് നടന്നെത്തുക തന്നെ ചെയ്തു. അവളുടെ ആ കുഞ്ഞുമുഖം തന്റെ കൈക്കുമ്പിളിലെടുത്ത് ആ നെറ്റിയിൽ അമർത്തി ചുംബിച്ചിരുന്നു കാർത്തി ആ നിമിഷം കൊണ്ട്. എന്റെ ഭാര്യയാ. തുടരും. പ്രാണനായുടെ അടുത്തൊരു ഭാഗവുമായി ഉടനെ വരുന്നതാണ് എന്ന് നിങ്ങളുടെ സ്വന്തം നില.